ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ITR ഫയൽ ചെയ്യാത്തവർക്ക് ഡിസംബർ 31 വരെ റിട്ടേൺ സമർപ്പിക്കാൻ അവസരം. വൈകുന്നതിനനുസരിച്ച് 1000 രൂപ മുതൽ 10,000 രൂപ വരെ പിഴയായി നൽകേണ്ടി വരും. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഇപ്പോൾ പണ്ടത്തേക്കാൾ എളുപ്പമാണ്. എന്നാൽ ശ്രദ്ധിച്ചാലും രേഖകളിൽ പിഴവുകളോ വിവരങ്ങളിൽ തെറ്റുകളോ വരാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. ആദ്യമായി ടാക്സ് ഫയൽ ചെയ്യുന്നവരിൽ പലർക്കും ഇപ്പോഴും ഇത് സംബന്ധിച്ച ആശങ്കകളുണ്ട്. ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവരും അവരുടെ വരുമാന ഉറവിടങ്ങൾ കൃത്യമായി നൽകേണ്ടതുണ്ട്. അതായത് ശമ്പളം, ബിസിനസ് ലാഭം, പ്രോപ്പർട്ടി വിൽപ്പന, ക്യാപിറ്റൽ ഗെയിൻസ്, പലിശ, ഡിവിഡൻഡ് മുതലായവ റിപ്പോർട്ട് ചെയ്ത് ITR ഫയൽ ചെയ്യേണ്ടതാണ്. ITR ഫയൽ ചെയ്യാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക ഫയലിംഗ് പോർട്ടൽ സന്ദർശിച്ച് ലോഗിൻ ചെയ്യുക. ആദ്യമായാണെങ്കിൽ പാൻ, ആധാർ തുടങ്ങിയ വിവരങ്ങൾ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യണം. ഏത് ടാക്സ് റിജീം തിരഞ്ഞെടുക്കണമെന്നത് നിങ്ങളുടെ വരുമാനവും റിഡക്ഷനായി കാണിക്കാവുന്ന നിക്ഷേപങ്ങളും ആശ്രയിച്ചിരിക്കുന്നു. ടാക്സ് കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയും ഒരു പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഉപദേശം തേടുകയോ ചെയ്യുന്നത് നല്ലതാണ്. വ്യക്തിഗത ടാക്സ് പേയർമാർക്ക് 2026 ജൂലൈ 31 വരെയാണ് ഫയലിംഗിനുള്ള അവസാന തീയതി. ITR 3, ITR 4 ഫോമുകൾക്ക് 2026 ഓഗസ്റ്റ് 31 വരെ സമയമുണ്ട്. ഡെഡ് ലൈൻ കഴിഞ്ഞ ഡിസംബർ 31 വരെ ലേറ്റ് ഫയൽ ചെയ്യാം. എന്നാൽ ഇതിനായി 1000 രൂപ മുതൽ 10,000 രൂപ വരെ പിഴയായി നൽകേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പൊതുമേഖലാ ബാങ്കായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലായി ആകെ 1865 ഒഴിവുകളാണുള്ളത്. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മെയ് 19 ആകെയുള്ള 1865 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. ഇതിൽ 39 ഒഴിവ് കേരളത്തിലാണ്. ലക്ഷദ്വീപിൽ 1 ഒഴിവുണ്ട്. ബിരുദധാരികൾക്കാണ് അവസരം. തെരഞ്ഞെടുപ്പിനായി ഓൺലൈൻ പരീക്ഷയുണ്ടാവും. വിവിധ ബ്രാഞ്ചുകളിലായി 1 വർഷമാണ് പരിശീലനം. കേരളത്തിൽ എറണാകുളം, ആലപ്പുഴ, കൊല്ലം, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പാലക്കാട്, തൃശൂർ എന്നീ ജില്ലകളിലെ ബ്രാഞ്ചുകളിലായിരിക്കും പരിശീലനം. മെട്രോ നഗരങ്ങളിൽ 20,000 രൂപ, നഗരങ്ങളിൽ 18,000 രൂപ, അർദ്ധനഗര ഗ്രാമമേഖലകളിൽ 15,000 രൂപ എന്നിങ്ങനെയായിരിക്കും സ്റ്റൈപ്പൻഡ്. അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയിരിക്കണം. കൂടാതെ അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണം. താൽപ്പര്യമുള്ളവർ മെയ് 19 മുൻപ് NATS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വാണിജ്യ പാചകവാതക വില കുത്തനെ കൂട്ടിയതിനെതിരെ ഓൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നടത്തുന്ന സമരം സമ്പൂർണ്ണം. സംസ്ഥാനത്തെ ചെറുകിട ഹോട്ടലുകൾ മുതൽ ഓൺലൈൻ ഭക്ഷണ വിതരണ സേവനങ്ങൾ അടക്കം മുടങ്ങി. സിലിണ്ടർ വില കുറച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് നീക്കം. കുടുംബശ്രീയുടെ സമൃദ്ധി ഹോട്ടലുകൾ മുതൽ നഗരങ്ങളിലെ വമ്പൻ റെസ്റ്റോറന്റുകളും ബേക്കറികളും വരെ അടച്ചിട്ടാണ് പ്രതിഷേധം. സ്വിഗ്ഗി, സൊമാറ്റോ അടക്കമുള്ള ഓൺലൈൻ ഭക്ഷണ വിതരണ സേവനങ്ങളും പൂർണ്ണമായും മുടങ്ങി. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഹോട്ടലുകളും ബേക്കറികളിലും അടച്ചിട്ട് സമരത്തിന് പിന്തുണ നൽകുന്നുണ്ടെന്ന് ഓൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറഞ്ഞു. അവധിക്കാല യാത്രകൾ പ്ലാൻ ചെയ്ത ആഭ്യന്തര സഞ്ചാരികളെയും ഇതര ജില്ലകളിൽ ജോലിക്കായി താമസിക്കുന്നവരെയുമാണ് ഹോട്ടൽ സമരം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ആശുപത്രി ആവശ്യങ്ങൾക്കായി എത്തിയവരും ഭക്ഷണം കിട്ടാതെ വലയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വാണിജ്യ പാചകവാതക വില കുറയ്ക്കുക, ആവശ്യാനുസരണം ഇന്ധനം ലഭ്യമാക്കുക തുടങ്ങിയവ ഉന്നയിച്ചാണ് സമരം. LPGക്ക് കുത്തനെ വില വർദ്ധിപ്പിച്ചത് കാരണം ഹോട്ടലുകൾ അടച്ചിടേണ്ട സാഹചര്യമാണുള്ളത്. വിലക്കയറ്റവും ഉയർന്ന വാടകയും കൂലി വർധനവുമെല്ലാം കാരണം ഇതിനോടകം തന്നെ ഹോട്ടൽ മേഖല വലിയ സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നുണ്ട്. നിലവിലെ സിലിണ്ടർ ക്ഷാമം മൂലം ഇപ്പോൾ തന്നെ 50% താഴെ ഹോട്ടലുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. സിലിണ്ടർ വില കൂടി കൂട്ടിയത് ഇരട്ടി പ്രഹരമായെന്നും ഹോട്ടലുടമകൾ പറയുന്നു. സിലിണ്ടർ വില കുറച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് നീക്കം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് ടൂറിസം മേഖല കടുത്ത പ്രതിസന്ധിയിലെന്ന റിപ്പോർട്ട്. സർക്കാരിന്റെ നയങ്ങളും വേനൽ കടുത്തതും ഗ്യാസ് ലഭ്യതക്കുറവും അടക്കം നിരവധി ഘടകങ്ങൾ പ്രതിസന്ധിക്ക് വഴിവെച്ചെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ കായൽ ടൂറിസത്തിന്റെ ശക്തമായ മേഖലയാണ് ഹൗസ് ബോട്ട്. എന്നാൽ മുൻപെങ്ങുമില്ലാത്ത കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഹൗസ് ബോട്ട് മേഖല കടന്നുപോകുന്നത് എന്നാണ് റിപ്പോർട്ട്. സാധാരണയായി സ്കൂൾ അവധിക്കാലം ഈ മേഖലയുടെ സുവർണകാലമാണ്. എന്നാൽ ഇത്തവണ കായൽ പരപ്പുകളിൽ ഹൗസ് ബോട്ടുകൾ സഞ്ചാരികളില്ലാതെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. കുടുംബങ്ങളുമായി യാത്ര ചെയ്യുന്ന ആഭ്യന്തര സഞ്ചാരികളാൽ ആലപ്പുഴ സജീവമാകേണ്ട സമയമാണിത്. എന്നാൽ ഇത്തവണ 5% താഴെ മാത്രമാണ് ബോട്ടുകളുടെ ഓപ്പറേഷൻ നടക്കുന്നതെന്ന് ഓൾ കേരള ഹൗസ് ബോട്ട് വെൽഫെയർ അസോസിയേഷൻ പറയുന്നു. കഴിഞ്ഞ സീസണുകളിൽ മെയ് മാസത്തിൽ മാത്രം പ്രതിദിനം 3 കോടി രൂപയുടെ ടേൺ ഓവർ നടന്നിരുന്നു. സീസൺ സമയത്ത് എല്ലാ ബോട്ടുകളും ഓടിയാൽ പ്രതിദിനം 4.5 മുതൽ 5 കോടി രൂപ വരെ ഈ മേഖലയിലേക്ക് ഒഴുകുമായിരുന്നു.
എന്നാൽ ഇപ്പോൾ പ്രതിദിന ട്രാൻസാക്ഷനുകൾ വെറും 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപയിലേക്ക് ചുരുങ്ങി. ഗ്യാസ് ലഭ്യതക്കുറവും ജലഗതാഗത വകുപ്പിന്റെ പുതിയ നയങ്ങളും തിരിച്ചടിയായെന്നും വിലയിരുത്തലുണ്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന വേഗ പോലുള്ള ആഡംബര ബോട്ടുകൾ കുറഞ്ഞ നിരക്കിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നത് ഹൗസ് ബോട്ട് വിപണിയെ ബാധിക്കുന്നുവെന്ന് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു. ഹൗസ് ബോട്ട് മേഖലയെ മാത്രം ആശ്രയിച്ച് പ്രത്യക്ഷമായും പരോക്ഷമായും ജീവിക്കുന്ന 30,000-ഓളം കുടുംബങ്ങളെയാണ് ഈ മാന്ദ്യം ബാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.